ആൺകുട്ടികൾ ഉപ്പാനോട് സംസാരിക്കും. ഗൾഫിൽ നിന്ന് വിളിച്ചാൽ തന്നെ ഉപ്പയാണ് ഫോൺ എടുത്തെങ്കിൽ ഉടനെ ചോദ്യം ഉമ്മയില്ലേ. ഈ ഉപ്പാക്ക് എത്ര വിഷമമുണ്ടാവും. ഒരു 5 മിനിറ്റ് എന്തുണ്ട് ഉപ്പ സുഖല്ലേ, ആ മോനെ പ്രാർത്ഥന ഉപ്പാക്ക്, അതേപോലെ എത്ര സന്തോഷം. ഞാൻ ഉമ്മ കൂടെ ഉമ്മാനെ കിട്ടാനൊന്നല്ല, ഉമ്മാനെ ഞാൻ വേറെ വിളിച്ചോളാം. ഉപ്പാന്റെ വർദ്ധാനം എന്തൊക്കെ ഉണ്ട്, ഉപ്പ മക്കൾക്ക് ദ്വാരക്കല്ലോ ഉപ്പ എന്ന് ചോദിച്ചാൽ ഉപ്പക്കാരനെ ഉപ്പ എനിക്ക് ദ്വാരക്കല്ലോ ഉപ്പ. ഉപ്പൊരിക്കലും പൊതുവേ കരയാത്ത ഒരു സ്വഭാവക്കാരൻ. എന്ത് വിഷമുണ്ടെങ്കിലും ഹൃദയം കൊണ്ടേ ഉപ്പ കരിയുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ട് അവര് നമ്മളെ പോറ്റി, എത്ര കാലം ചായ കാപ്പിയും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ടിട്ട് കച്ചവടം നടത്തിയിട്ടാ നിന്നെ സ്കൂളും ഡിഗ്രിയും PG ഒക്കെ പഠിപ്പിച്ചത്. ഇപ്പൊ നീക്ക് 2 ഇംഗ്ലീഷ് വർത്താനം പറയാമോ, കഴിവുണ്ടാവുമ്പോഴേക്ക് ആ ഉപ്പനെ വേണ്ടല്ലേ. ഓ മോളെ, ഉപ്പ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നീ പഠനമൊക്കെ തുടർന്നോളി, ഡിഗ്രി PG ഒക്കെ. ഉപ്പാന്റെ ഹയാത്ത് കാലം, ആ കാലത്തിന് നീയാകുന്ന ഒറ്റ മോളെ കല്യാണം കാണാൻ ബോധ്യമുണ്ട്. നീ എന്താ തർക്കുത്തരം പറഞ്ഞത്? എനിക്കൊരു പ്രായമുണ്ട്, ഞാൻ ആ സമയത്തേ കിട്ടുള്ളൂ. ഈ ഉപ്പയെല്ലാം മരിച്ച ശേഷം നീ കെട്ടിയിട്ട് ആരെ കാണിക്കാനാണ്? ആരെ കാണിക്കാനും? ഒരു ഉപ്പാപ്പാന്ന് വിളിക്കാനും കുട്ടികളില്ലാത്തൊരു കാലം വരും. കുട്ടികൾക്ക് ഉപ്പാപ്പില്ലാത്ത നമുക്ക് ഉപ്പാനോട് വില കുറയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടമില്ല.